നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് പെപ് ഗാർഡിയോളയും ലൂയിസ് എൻറിക്കയും തമ്മിലുള്ള പോരാട്ടമാണ്. ബാഴ്സലോണയുടെ മുൻ കോച്ചുമാർ അവർ തമ്മിൽ വളരെ നല്ല റിലേഷൻഷിപ്പുണ്ട്. അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. അവരുടെ കുടുംബങ്ങൾ തമ്മിൽ വളരെ അടുപ്പമുണ്ടെന്നാണ് പെപ്പ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ രണ്ടുപേരും ഈ കളിക്ക് മുമ്പ് പരസ്പരം പുകഴ്ത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയും PSG തമ്മിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 പാർക്ക് ഡസ് പ്രിൻസസിലാണ് പോരാട്ടം. സിറ്റി 24-ാം സ്ഥാനത്താണ് ഇത്തവണ UCL, 26-ാം സ്ഥാനത്താണ് PSG. രണ്ടുപേർക്കും വിജയിച്ചേ പറ്റൂ. അപ്പോൾ ഇന്ന് PSG തോൽക്കുന്നത് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ലൂയിസ് എൻറിക്ക് എപ്പോഴും മികച്ച കോച്ചാണ് എന്നാണ് പെപ്പ് സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞത്. രണ്ടുപേരും പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. ലൂയിസ് എൻറിക്കയോട് പെപ്പുമായിട്ടുള്ള റിലേഷൻഷിപ്പും അദ്ദേഹത്തോടുള്ള സിമിലാരിറ്റീസും ഒക്കെ ചോദിച്ചുകൊണ്ടുള്ള ചോദ്യം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ വന്നപ്പോൾ ലൂയിസ് എൻറിക്കയുടെ മറുപടി തീർച്ചയായിട്ടും വളരെ സ്പെഷ്യലാണ്. അത് ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഞങ്ങൾ രണ്ട് സുഹൃത്തുക്കൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഒരുപാട് വർഷങ്ങൾ പ്ലെയറായിട്ടും കോച്ചുമായിട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങൾ. എന്തായാലും ഞങ്ങൾക്കിടയിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫുട്ബോൾ തന്നെയാണ്. വളരെ മികച്ചൊരു മത്സരം നമുക്ക് കാണാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ലൂയിസ് എൻറിക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലൂയിസ് എൻറിക്കയോട് ആരാണ് കൂടുതൽ മികച്ച രൂപത്തിൽ ബാഴ്സലോണയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം, അതായത് ബാഴ്സ മോഡൽ ഏറ്റവും നന്നായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആര് എന്ന ചോദ്യം വന്നപ്പോൾ ലൂയിസ് എൻറിക്കെ മറുപടി പറയുന്നു, അത് ബാഴ്സയിലേക്ക് 4-3-3 ഫോർമേഷൻ കൊണ്ടുവന്ന ഒരു പെർഫെക്റ്റ് മോഡൽ അവതരിപ്പിച്ച പെപ്പ് തന്നെയാണ്. അദ്ദേഹമാണ് നമ്പർ 1. അദ്ദേഹം ഒരു യുണീക്ക് മോഡലാണ്, കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്തു വേൾഡ് ഫുട്ബോളിൽ. സോ ഹീ ഈസ് എ റെഫറൻസ് ഫോർ ഷുവർ എന്നാണ് ലൂയിസ് എൻറിക്കെ പറഞ്ഞത്. പെപ് ഗാർഡിയോള ലൂയിസ് എൻറിക്കയെക്കുറിച്ച് പറഞ്ഞിരുന്ന വാക്കുകൾ, ഞാൻ എൻറിക്കയെ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം എങ്ങനെ കളിക്കുന്നു, എങ്ങനെ കളിപ്പിക്കുന്നു എന്നുള്ളതിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ്. സ്വാഭാവികമായിട്ടും ക്രിറ്റിസിസങ്ങൾ ആർക്കെതിരെയും വരാം. ഇപ്പോൾ അവരുടെ ടീമിൽ നമ്പർ 9 ഇല്ല, ലാക്ക് ഓഫ് നമ്പർ 9, ഇതൊക്കെ വിമർശനങ്ങളായിട്ട് വരാം. പക്ഷേ സ്റ്റിൽ അവരൊരു മികച്ച ടീമാണ്. ലൂയിസ് അദ്ദേഹത്തിൻ്റെ ജോബിൽ മറ്റാരെക്കാളും ബെറ്ററുമാണ്. ഞങ്ങൾക്ക് പരസ്പരം നന്നായിട്ടറിയാം. അതുപോലെ തന്നെ ക്രിറ്റിസിസങ്ങൾ വരുമ്പോൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണമെന്നും അറിയാം. അത് ജോലിയുടെ ഭാഗമാണ്. ഞാൻ ഈ സീസണിൽ അദ്ദേഹത്തിൽ നിന്ന് കണ്ടത്, അദ്ദേഹത്തിൻ്റെ ടീം കളിക്കുന്നത് കണ്ടതിൽ ഞാനത് വളരെയധികം ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള കളിയാണത്. വളരെ യങ് ടീമാണ്, വളരെ ഡൈനാമിക്കാണ്. ഡെംബലയും ബർക്കോളയും ഒക്കെയുള്ള താരങ്ങൾ അവരുടെ ടീമിലുണ്ടാകുമ്പോൾ നല്ല പേസി ആയിട്ടുള്ളൊരു ടീമാണത്. ഒരിക്കലും ഈസി അല്ല അവരെ തോൽപ്പിക്കുക എന്നുള്ളത്. അതുകൂടാതെ ലൂയിസുമായിട്ടുള്ള ബന്ധം നോക്കുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഉണ്ട് എന്ന് മാത്രമല്ല, ഞാൻ അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ ഫാമിലീസും വളരെ ക്ലോസ് ആണ്. അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ അദ്ദേഹം ഞങ്ങളെയും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും ഒരു ഇൻക്രെഡിബിൾ കണക്ഷനാണ് മെനി ലെവൽസിൽ ഞങ്ങൾ തമ്മിലുള്ളത്. എന്നാൽ കളിക്കളത്തിൽ മികച്ചൊരു പോരാട്ടം നടക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ടീം തോൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി ഇപ്പോൾ പെപ് ഗാർഡിയോള പറഞ്ഞു വെക്കുന്നു. എന്തായാലും രണ്ട് മുൻ ബാഴ്സ കോച്ചുമാർ, രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള പോരാട്ടമാണ്. ആര് ജയിക്കും കാത്തിരുന്നതാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.